നമുക്കിന്ന് ബ്രെഡ് ദഹിവട തയ്യാറാക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 6 ബ്രെഡ് സ്ലൈസസ്, കട്ടിയുള്ള തൈര് 1 കപ്പ്, ഉരുളക്കിഴങ്ങ് വേവിച്ചത് 1 എണ്ണം, സവോള ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പുളി ചട്നിയാണിത്. ഇത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇത് നോക്കി ചെയ്താൽ മതി. ഇത് ആവശ്യത്തിന് വേണം. 1 ടീസ്പൂൺ മുളക് പൊടി, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, വറുത്ത് പൊടിച്ച ചെറിയ ജീരകം ആവശ്യത്തിന്. ഇനി ചട്നി തയ്യാറാക്കാൻ വേണ്ടി കോക്കനട്ട് വേണം 1/2 കപ്പ്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 2 എണ്ണം, മല്ലിയില 1 പിടി. ആദ്യം നമുക്ക് തേങ്ങാ ചട്നി തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി നമുക്കൊരു ജാർ എടുത്തിട്ട് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ തന്നെ അടിച്ചെടുക്കാം. ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് 1 കപ്പ് തൈരിലേക്ക് ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉരുളക്കിഴങ്ങ് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള 1 ടേബിൾ സ്പൂൺ ആണ്, 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലിയില ചെറുതായി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ബ്രെഡ് റൗണ്ട് ഷേപ്പായിട്ട് മുറിച്ചെടുക്കണം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്നി ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചട്നിയാണ്. ഇങ്ങനെ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്കൊരു സൈഡിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനിവിടെ ചട്നി ബ്രെഡിന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മസാല വെച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒരു ബ്രെഡ് സ്ലൈസ് കൊണ്ട് കവർ ചെയ്യാം. ഇതിപ്പോൾ ഞാനിവിടെ ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിന്റെ മേലെയായിട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് പുളി ചട്നി ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട് പുളി ചട്നി ചെയ്യുന്നത്. അത് നോക്കി ചെയ്താൽ മതി. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് മുളക് പൊടി സ്പ്രിങ്കിൾ ചെയ്യാം. വറുത്ത് പൊടിച്ച ചെറിയ ജീരകം അല്പം സ്പ്രിങ്കിൾ ചെയ്യാം. അല്പം മല്ലിയില ആവശ്യത്തിന് വിതറി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഹോം മെയ്ഡ് ബ്രെഡ് ദഹിവട തയ്യാറായിട്ടുണ്ട്.